ഹേമലത ഗുണ്ടപ്പാവോടെ രാജ്യം. ഇവിടുന്ന് എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളെയും കൊണ്ടുപോവാൻ പറ്റില്ല. ആർക്കും. കൊണ്ടുപോയാലോ? ഇത് കേരളമല്ല, കർണാടകം. ഹീറോയിസം ഇവിടെ വേണ്ട. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വന്ന വഴി തന്നെ മടങ്ങി പോകണം. ഇല്ലെങ്കിൽ പീസ് പീസാക്കും. മன்னிச்சிடுங்க മാധവണ്ണ. വന്നത് മാധവണ്ണനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മன்னிச்சிடுங்க. ഇത് യാരെന്ന് തെരിയുവാ? കടവുൾ, എന്നോട് കടവുൾ. ഏണ്ടാ നോക്കി നിൽക്കുന്നത്? വേഗം പോയി ചെയർ കൊണ്ടുവാ, വേഗം. ആ കുറുവള ജോർജിന് വേണ്ടി ആയിരുന്നെങ്കിൽ എന്തിനാ മാധവണ്ണൻ തന്നെ നേരിട്ട് വന്നത്? ഒന്ന് ഫോൺ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങോട്ട് എത്തിക്കുമായിരുന്നല്ലോ ഞാൻ അവരെ. പണ്ട് തലശ്ശേരി മംഗലാപുരം റൂട്ടില് ബിസിനസ് നടത്തിയിരുന്ന എന്റെ ലോറികൾ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയ കേസ്. കാസർഗോഡായിരുന്ന എന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കസ്റ്റഡിയിലെടുത്തു. നേരെ കോർട്ട്, ജയിൽ. അണ്ണ, ഒരു മുൻപരിചയം ഇല്ലാതെ എന്നെ സഹായിച്ചത് ഈ മാധവണ്ണന. അതൊക്കൊരു പ്രത്യുപകാരം. അന്ത കടവുളത്താൻ മാധവണ്ണ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത്. കൊണ്ടുവാടാ MLA-കളെ. മാധവണ്ണൻ എനക്ക് കടവുൾ. അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ അവിടെ വന്ന് വെട്ടും ഞാൻ. മനസ്സിലായോടാ കാലുമാറി നായ്ക്കളെ? നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല, പുറപ്പെടാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൂ, മാധവേട്ടനൊന്ന് കേൾക്കണം. ജയിച്ചാൽ തീർച്ചയായിട്ടും മന്ത്രിയാക്കാം എന്നായിരുന്നു മുന്നണി കൺവീനറും പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറും ഇലക്ഷന് മുമ്പ് എനിക്ക് തന്ന വാക്ക്. ഭരണം കിട്ടിയപ്പോ എല്ലാവരും മറന്നു. ആ തെറ്റ് തിരുത്തണം. അവരെനിക്ക് തന്ന വാക്ക് പാലിക്കും എന്ന ഉറപ്പ് മാധവേട്ടൻ ഇപ്പൊ എനിക്ക് തരണം. മാധവേട്ടൻ പറഞ്ഞാൽ CM കേൾക്കും. റവന്യൂ വകുപ്പ്, അതാണ് എന്റെ സ്വപ്നം. അങ്ങനെ ഒരു ഉറപ്പ് കുരുവിളക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം. ഇങ്ങനെ പറഞ്ഞു പോയവര് തന്നെയാ പിന്നീട് എന്നെ ദ്രോഹിച്ചിട്ടുള്ളത്. ആ പട്ടികയിൽ ചാക്കോ സാറും പെടരുതെന്നാണ് ആഗ്രഹമെങ്കിൽ മറക്കണം. താങ്കൾ ഇന്നും എന്റെ സ്നേഹിതനായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാ പിന്നെ ഓ, Hey, what's your problem? Hello, brother. Calm down. What is your problem? Who are you kidnapping, huh? I said get over way. Ha, ഇത് എന്നാ പരിപാടി ഇത്? ഇതെന്തുവാ കേരളോ? പട്ടാപ്പകല് ഡേ ലൈറ്റിൽ കൊട്ടേഷൻ പണി നടത്താൻ? Leave him alone, whoever he is, man. I said get the hell out of our way.
Who the damn are you and how dare you obstruct them? We are from the Central Essex and we have a warrant for him. He's a first-rate offender, you know. I'm sorry, sir, but I kept asking them what the problem was, but nobody would tell me anything. So I thought the guy was being kidnapped or something, you know. But I didn't mean to obstruct your duty. എന്താടാ അച്ചു പ്രശ്നം ഞങ്ങൾ ഇടപെടണോ ഓ മലയാളികളാണല്ലേ അതിന്റെ തലപ്പാ. സാറ് മലയാളിയാണോ? എവിടെ നാട്ടില്? നാട്ടില് ഒറ്റപ്പാലം ഹംസം. അവിടെ ചന്ദ്രഗിരി ദേശം. ചന്ദ്രഗിരിയിലെ ചന്ദ്രഗിരിയിലെ ഗോവിന്ദമേനോൻ മകൻ മാധവമേനോൻ. മാധവന്റെ മോനാ നീ? ആ, നീ എന്താ ഇവിടെ? നീ എന്താ കാണിച്ചത്? സാറിന് അച്ഛനെ അറിയോ? അറിയൂന്നല്ല, അത്രയ്ക്ക് ഉപകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എടുത്തു പോയ ജീവൻ പിടിച്ചു പറിച്ച് തിരിച്ചു വാങ്ങിച്ചു ചന്ദ്രഗിരി വാഴുന്ന ദൈവം നിന്റെ അച്ഛൻ. വെറും പരിചയമല്ല, ഈ യൂണിഫോം കണ്ടോ? നിലമ്പൂരിലുള്ള എസ്റ്റേറ്റ് മാനേജറായിരുന്ന പരമേശ്വരന്റെ മകന് ഇങ്ങനൊരു സൗഭാഗ്യം വന്നു ചേർന്നെങ്കിൽ ഒറ്റ കാരണക്കാരനേ ഉള്ളൂ, മാധവേട്ടൻ. ഒബ്സ്ട്രക്റ്റിംഗ് ഒഫീഷ്യൽ ഡ്യൂട്ടി വേണേ പിടിച്ച് അകത്തിടാൻ തന്നെ. പക്ഷെ ഇപ്പൊ പൊയ്ക്കോ, പറഞ്ഞോളാം നീ ദൈവത്തിന്റെ ഒറ്റ പുത്രനാണെന്ന്. പൊയ്ക്കോ. ആ എന്നെ വന്ന് കാണണം. അയ്യോ, ജസ്റ്റ് ഫോർ എ ഡ്രിങ്ക്. എന്റെ ചന്ദ്രഗിരിയിൽ മാധവ. ഫോൺ എടുക്കാൻ വൈകി. അയ്യോ അച്ഛാ, ഞാന് ഈ പഠിക്കുകയായിരുന്നു. പരീക്ഷ ഇങ്ങ് അടുത്തല്ലോ. ഈ സെമസ്റ്ററോടെ കഴിഞ്ഞാൽ തീരുകയല്ലേ നിന്റെ കോഴ്സ്? അതെ, പോസ്റ്റ് ഗ്രാജുവേഷൻ. അച്ചു കോസ്റ്റ് ഗാർഡിന്റെ വലുപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ എത്രാമത് സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ? കോസ്റ്റ് ഗാർഡ് മറ്റു കുട്ടികളുടെ ഓരോ സംശയങ്ങളെ. ബാച്ചിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ഞാനാണ് എന്ന് പൊതുവെ അഭിപ്രായം ഉള്ളതുകൊണ്ട് ഇതിനൊന്നും ഉത്തരം പറയാതിരിക്കാനും പറ്റില്ല. അതെ അതെ, നിന്റെ മെഡിക്കലിനെ കുറിച്ച് തന്നെ എല്ലാവരും പറയുന്നേ. ഇപ്പൊ കൂടി ഒരാൾ സൂചിപ്പിച്ചേ ഉള്ളൂ. അതാരാച്ച? VS നായർമാർ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല സഹായത്തിന്, മനസ്സിലായി?